പ്രമു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് വേല ഈ സമയത്തുള്ള വേല കണ്ടത്. കണ്ടോ, ഈ ആനപ്പൂരം പകല് പോലെ തന്നെ ഇന്നലെ വൈകുന്നേരം കണ്ട അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാവും. ഈ പുലർച്ചെ കണ്ട ഇതേ ആനകളെല്ലാം കൂടിയിട്ട് ഒരു കൂട്ടം ആനകൾ അവിടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അത് കൂടാതെ 2, 4, 6, 7 ആനകൾ ഇപ്പോൾ പോവുകയാണ്. മനസ്സിലായ? അപ്പോൾ എല്ലാവരും കണ്ടോളൂ. രാവിലത്തെ ഗുഡ് മോർണിംഗ് കണ്ടോ. അപ്പോൾ ഒരു കൂട്ടം ആനകൾ രാവിലെ പോയി അവിടെ ഉണ്ട്. ഇതപ്പോൾ 21 ഒരു 7 അവിടെ ഉണ്ട്. ഇപ്പോൾ 7 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതേപോലെ ഒരു 7 എന്താ പൂരം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല തലയെടുപ്പുള്ള ഐറ്റംസുകളിനെ ഇവിടുന്ന് എന്താ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശുഭദിനം. എന്താ ഭഗവതിയുടെ അവിടെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാ. അമ്പലത്ത് ഭഗവതിയുടെ അടുത്ത് പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. നല്ല മനസ്സ് കുളിർമയായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ അങ്ങനെ ഇവിടെ കയറി. ഇവിടെ തിരുവമ്പാടി ചന്ദ്രശേഖരനും പിന്നെ കുട്ടംകുളങ്ങര അർജുനും കൊളക്കാടൻ ഗണപതിയും ഊക്കം കുഞ്ചുമാണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞു. നല്ല വൈബ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രഭു ഇന്നലെ ഞാനൊക്കെ വിചാരിച്ചേ വൈകുന്നേരവും കഴിഞ്ഞ് പുലർച്ചത്തെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂരുണ്ടായില്ലെന്നാണ് വിചാരിച്ചു. ഓക്കെ, ഇനി വേറെ ആനകളെ കാണാൻ പോവാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ആനകളുണ്ട്. അപ്പോൾ അതിനെ കാണാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഞാൻ നേരുന്നു. ഓക്കെ, പോട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ആനയുണ്ട്, കാണിച്ചു തരാട്ടാ. ഹായ് ഡിയർ ആൾ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് പ്രസു. അപ്പോൾ നമുക്ക് വേറൊരു പൂരം കാണുന്നത്. അപ്പുറത്തുള്ള പൂരം ഇവിടേക്ക് ആയിട്ടുണ്ട്. അവിടുന്ന് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ ആനകൾ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇപ്പുറത്തെ പൂരം. ഈ അമ്പലത്തിൻ്റെ തെക്കേ നട വടക്കേ നട എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരോ ഭാഗത്ത് ആനവണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 4 ഭാഗത്തിലും ആനകളാണ്. അതായത് വേറെ ആനകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് വരുന്നുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നില്ല, വേറെ ഒന്നും എടുത്ത് കാണിച്ചുതരാം. ഇപ്പോൾ ഇവിടെ നോക്കിയോ, ഇവിടെ തെച്ചിക്കോട്ടാവ് ദേവീദാസനൊക്കെ ഉണ്ട്. അതാണ്ട് ആനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഞാൻ കുറച്ച് സൂം ചെയ്താണ് കേട്ടോ. അതാ വന്നുകൊണ്ടിരിക്കുന്നു കണ്ടോ. അങ്ങനെ എൻ്റെ ഈ വർഷത്തെ ആനപ്പൂരം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എൻ്റെ ഈ വർഷത്തെ ആനപ്പൂരം കഴിഞ്ഞു കണ്ടോ.
ഞാൻ വീഡിയോ എടുക്കണ്ട് ആനീനൊന്ന് ആസ്വദിക്കാൻ പോവാണ്. ആനീനൊന്ന് ആസ്വദിക്കാൻ ഇതാ എഴുന്നള്ളത്ത് കഴിഞ്ഞു. ഇനി അമ്പലത്തിനകത്തേക്ക് ആ നമ്മുടെ എന്താ പറയുക തിടമ്പേറ്റിയ ആനകൾ മാത്രം അകത്തോട്ട് പ്രവേശിക്കും. ബാക്കിയുള്ള ആനകൾ ഇങ്ങനെ ഒഴിവാകും. ഓക്കെ, കൂട്ടാനകൾ ഒഴിവാകും. തിടമ്പേറ്റിയ ആൾക്കാരെ മാത്രം ഉള്ളിലോട്ട് വിടും. കണ്ടോ ഓർമ്മയുണ്ടോ? ഓക്കെ, എനിക്ക് പേടിയാണു. ഞാൻ നിർത്താൻ പോവാണ് കേട്ടോ. എൻ്റെ മാനസികാവസ്ഥ നീ കാണ്. ഇതാ ഇവിടെ ആന എന്നെ നോക്കുന്നു, അപ്പുറത്ത് ആനകളുണ്ട്. ഞാൻ എങ്ങോട്ട് പോടാ? എനിക്ക് പേടിയാവണടാ. അത് അവിടെയുണ്ട് ആനകൾ, മനസ്സിലായി? ഇവ എന്നെ നോക്കുന്നു. എനിക്ക് അങ്ങോട്ട് പോകാനും അമ്പലത്തിനോട് പോകാൻ പറ്റില്ല. അത് അവിടെയുണ്ട് ആനകൾ. ചെയ്യും ക്ലൈമാക്സ് ആയില്ലടപ്പാ ഭഗവാനെ വിഘ്നേശ്വര. മക്കളെ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിച്ചു തരാൻ പോവാണ്. പ്രമു എല്ലാവരും കണ്ടോ? അപ്പോൾ ഇത് ആനകൾ ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. എല്ലാവരുടെയും ഇതൊക്കെ നെറ്റിപ്പട്ടമൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വേറെ ആനകൾ നിരക്കാൻ വരുന്നു. വേണ്ട ഈ ഇപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ ഇപ്പോൾ അവർ ഇങ്ങോട്ട് വന്നു. കണ്ട അപ്പോൾ ഇവരുടെ നെറ്റിപ്പട്ടങ്ങളൊക്കെ അഴിച്ചിട്ട് ഇവർ യാത്രയാകാൻ പോകുന്നു കേട്ടോ. ഇനി അടുത്ത വർഷം ഉണ്ടെങ്കിൽ വരുള്ളൂ. അതാ കുട്ടങ്ങളുങ്ങനെ അർജുനും വരുന്നു. അതാ അങ്ങനെ ഒരു കൂട്ടർ ഇവിടെ നിൽക്കുന്നു. ബാക്കിയുള്ളവർ യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറണം. അവരവർ വണ്ടിയിൽ കയറാൻ പോവാണ്. എൻ്റെ ചെക്കന്മാരെല്ലാവരും പോവുകയാണടാ, എല്ലാവരും പോവാണ്. അതാ ഒരാൾ വേറെ വണ്ടിയിൽ കയറാൻ പോകുന്നു. അപ്പോൾ ഇവരൊക്കെ യാത്ര പറഞ്ഞ് വണ്ടിയിൽ കയറി യാത്ര ചെയ്ത് പോവുകയാണ് കേട്ടോ. പാവങ്ങൾ കുറേ നേരം നിന്നു. അപ്പോൾ എല്ലാവരും യാത്രയാകാൻ പോവാണ്. അതാ ഒരുത്തൻ അങ്ങോട്ട് പോകുന്നു. ഇവരെല്ലാവരും വണ്ടിയിൽ കയറാൻ റെഡി ആയിരിക്കുന്നു. നാട്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ വേലയെല്ലാം ഉഷാറാക്കി തന്നു. ആർക്കും ഒരു പ്രശ്നമില്ല. നല്ല ഹാപ്പി ആയിട്ട് വേലയെല്ലാം ഉഷാറാക്കി തന്നു. എല്ലാ ഗജവീരന്മാർക്കും എൻ്റെ 1000 അഭിനന്ദനങ്ങൾ. നല്ല രസം. അവരെ കാണുമ്പോഴേ അയ്യോ വേഗം പരിപാടി കഴിഞ്ഞിട്ട് പോകണമെന്നുണ്ട്. പക്ഷെ അമ്പലത്തിനകത്തും കുറച്ച് ആനകൾ കിട്ടാ. ഓക്കെ, ഞാനെന്നാ ഇവിടുന്ന് ഇറങ്ങാൻ പോകണേ. അങ്ങനെ ഏകാന്തതയുടെ അപാര തീരമായിട്ട് മാറാൻ പോവുകയാണ്. ഇത്രയും നേരം നല്ല രസം. മച്ചാട് ഗോപാലിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടെ ശൂന്യതയിലായിരിക്കും. എന്നാലും ഈ നേരത്തെ എന്തായിരുന്നു ഇപ്പം അങ്ങനെ സൈലൻ്റായി. പക്ഷെ ആ ഭാഗത്ത് പൂരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ പൂരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് അമ്പലങ്ങളൊക്കെ ഒന്ന് സൈലൻ്റായി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാനേ ഇനി നേരെ പോകുന്നത് ആരാന്നറിയോ? ഇന്നലെ കണ്ട അതേപോലെ ആനയുടെ ബാക്ക് ഭാഗം കാണാൻ പോവുകയാണ്. ഓക്കെ, ബാക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ല. എന്നാലും ഇന്നലത്തെ പോലെ ആനയുടെ ബാക്ക്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അമ്പലം ഒരു കുണ്ടിനുള്ളിലാണ്. അത് കാരണം മുകളിൽ നിന്നിട്ട് ദൈവമായിട്ട് എത്ര പേടിയുള്ളവർക്കും ആനയെ തൊടുകയൊക്കെ ചെയ്യാം. കാരണം അങ്ങനെയാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് അമ്പലം താഴത്തല്ലേ, അപ്പോൾ നമുക്ക് തൊടുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് അത്ര അടുത്താണ്. വേണ്ട ഇത്ര അടുത്താണ്. ഇവിടെ നല്ല സേഫ്റ്റിയാണ്. മുന്നോട്ടോടെ ഇതാണ്. മതിമറന്ന് ആസ്വദിക്കുക അത്രയും ഹാപ്പിനെസ്. എനിക്കിത് മംഗലാംകൊന്ന് അയ്യപ്പനില്ലടാ, അയ്യപ്പൻ്റെ പാപ്പാനില്ലടാ, ശശിയേട്ടൻ. ആ മഞ്ഞ കളർ തോർത്തിട്ട് ഇരിക്കുന്നത് ശശിയേട്ടനാണ്.
പരിപാടി ചന്ദ്രശേഖരനാണ്. അപ്പൊ ശശിയേട്ടൻ ഇത് മംഗലാകുന്ന് അയ്യപ്പൻ്റെ സാറ് ശശിയേട്ടൻ. ഇവനെനിക്ക് അറിയുമല്ലോ. ഇതാ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ്. എനിക്കിഷ്ടപ്പെട്ടതിന് ഒന്നിനെ തിരഞ്ഞു കേട്ടോ. അതാ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. എനിക്കിഷ്ടപ്പെട്ടതിനെ ഞാൻ വാങ്ങി. ഓക്കെ, ഞാൻ കൊണ്ടുപോവാ. എല്ലാവരും അവിടെ സെലക്ട് ചെയ്തതിൽ ഒരു കുട്ടപ്പനെ ഞാൻ എടുത്തു. അത് കൊണ്ടുപോകണം. നല്ല ഫ്രീ, ചങ്ങല വേണ്ട, ഒന്നുമില്ല. നല്ല കൂച്ചു വിലങ്ങില്ല, ഒന്നുമില്ല. ഇടച്ചങ്ങല മാത്രമേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ സെലക്ട് ചെയ്തു. നല്ല അടിപൊളി സാധനം. ഞാൻ അതാ കൂട്ടിയിട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെ ഈ വർഷത്തെ പൂരത്തിന് സെലക്ട് നോക്കി 2 പാപ്പ, 1-ാം പാപ്പന് 2-ാം പാപ്പന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്താണ് കുന്തവുമില്ല, കുടച്ചക്രമില്ല, ഒന്നുമില്ല. സിമ്പിളായിട്ട് പോകുന്നു നോക്ക്. ചന്തക്കാരൻ പോകുന്ന നോക്ക്. കണ്ട എന്ത് രസമാണ് നോക്ക്. എനിക്കിഷ്ടപ്പെട്ട സാധനം നോക്കടാ. ഇതിൻ്റെ പേര് മറന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, പേര് മറന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല സാധനം. പ്രമു ഇതിൻ്റെ പേരെനിക്കറിയില്ല. സംഭവം അടിപൊളിയാട്ടോ. ഉണ്ടാ. ഓക്കെ, അങ്ങനെ ഞാൻ വീടെത്തി. ചേച്ചിട്ട് വീടെത്താറായി. അപ്പോൾ എല്ലാവർക്കും ശുഭം.